Good afternoon, all. Good afternoon. Good afternoon. Prayer പറഞ്ഞോ ട്ടോ. Prayer prepared ആണോ ആരെങ്കിലും? ഞാൻ പാടാം. ഓക്കേടാ. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടത്തി അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടത്തി വിശ്വം മുഴുവൻ നീടായി മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ വിജ്ഞാനനിധി തേടുന്നു പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ സർഗ പ്രതിഭാസമേ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേ പ്രസാദമരുളേ. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടാ. ആരായിരുന്നു കൂടെ? മോനുണ്ട്. ആണോ? നന്നായിരുന്നു കേട്ടാ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഈ പോർഷനാണ് എടുത്ത് മോണ്ടിസോറി ഒബ്സർവേഷൻസ്. ഒബ്സർവേഷനിൽ എത്രാമത്തെ വരെ എടുത്തു? ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണോ? അല്ലേ? അതെ മാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. 83 ആണ് പേജ് നമ്പർ. നമ്മൾ മെന്റൽ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ ലവ് ഓഫ് റിപ്പീറ്റേഷനും ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇനി ലവ് ഓഫ് ഓർഡർ ആണ്. കുട്ടികള് എന്താ പറയാ, കുട്ടികൾക്ക് ഓരോ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം കാണുമ്പോൾ ഇമേജ് എടുത്തിടാം. മോണ്ടിസോറി ക്ലാസ് റൂം നോക്കി. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം ഒന്ന് കാണുമ്പോൾ അതിലൊരു എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഒരു ഓർഡർ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? എല്ലാ മെറ്റീരിയൽസും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, കുട്ടികളുടെ മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കായിരിക്കും. പക്ഷെ അതേപോലെ അല്ല നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ മെറ്റീരിയൽസ് എന്നുള്ളത്. അത് ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. ഇത് ഓപ്പൺ ഷെൽഫുകളാണ്. അപ്പൊ കുട്ടികൾക്ക് തന്നെ അത് ക്യാരി ചെയ്യാനും അത് അവർ വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓപ്പൺ ഷെൽഫുകളാണ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും അതിൻ്റെതായ ഒരു പ്ലേസിലാണ് എവിടെ എത്തുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉള്ളത്. അപ്പോ ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ആ കുട്ടി ഫസ്റ്റ് 2 days മേ ബി ഈ മെറ്റീരിയൽസ് അവിടെ ഇവിടേക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മേ ബി കുട്ടി നോർമൽ ആവുമ്പോൾ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റ് ആയിട്ട് മെർജ് ആവുമ്പോൾ അവൻ എൽഡേഴ്സ് മുതിർന്ന കുട്ടികൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഓരോ മെറ്റീരിയൽസ് എടുക്കുന്നു, അതിന്റെ പ്ലേസിൽ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ചു വെക്കുന്നു. അവന് വർക്ക് ചെയ്തതിന് ശേഷം അവനത് എന്ത് ചെയ്യുന്നു, ആ കറക്റ്റ് പ്ലേസിൽ അത് റീപ്ലേസ് ചെയ്യും. ഈ ഒരു എന്താണ് മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെയാണ് എന്ത് പറയുന്നത്, ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓർഡർ ആയിട്ട് എന്ത് ചെയ്യാണ്, മെർജ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു
ഇതെല്ലാം മോണ്ടിസോറിയുടെ എക്സ്പെരിമെന്റ്സിൽ നിന്നാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. But this characteristics of the children was detected by a chance. ഒരു ചാൻസിൽ നിന്നാണ് മനസ്സിലായത്. With early Montessori class, the teachers dispensed the materials at the beginning and collect it back at the end of the class. ആദ്യം ഫസ്റ്റ് ടൈം ടീച്ചേഴ്സ് ഈ മെറ്റീരിയൽസ് കുട്ടികൾക്ക് കൊടുക്കുകയും അത് തിരിച്ച് കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ക്ലാസ് കഴിയുമ്പോൾ. However, Maria Montessori informed that where following the teacher and observing her place the materials back on the shelf. Maria Montessori എന്താണ് കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നത്, കുട്ടികൾ ആ ടീച്ചർ മെറ്റീരിയൽസ് ഡിസ്പേഴ്സ് ചെയ്യുന്നതും ഡിസ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ തിരിച്ച് കളക്ട് ചെയ്ത് തിരിച്ച് ആ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നതും കുട്ടികൾ സ്ഥിരമായി കാണുന്നുണ്ട്. The event made her understand that the children needed to place the material back to their own. കുട്ടികൾക്ക് അത് മനസ്സിലാക്കി, മരിയ മോണ്ടിസോറി അത് മനസ്സിലാക്കി, കുട്ടികൾ തന്നെ ആ മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് തിരിച്ച് എന്ത് ചെയ്യാ, തിരിച്ചു കൊണ്ടുവന്ന് വെക്കുക. വർക്ക് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ആ പ്ലേസിലേക്ക് കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യും എന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, അത് ഇംപ്ലിമെന്റ് ചെയ്തു. ലവ് ഓഫ് ഓർഡർ കുട്ടികളെ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, ചെയ്യിച്ചു. അതിലൊരു ഇൻസിഡന്റ് സംഭവിച്ചു കേട്ടോ. ഈ ലവ് ഓഫ് ഓർഡറിന് മുമ്പായിട്ട് ആ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് മുമ്പായിട്ടൊരു കാര്യം, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസിഡന്റ് ഞാൻ പറയാം. കുട്ടികൾ ഒരു ദിവസം എന്താണ് ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോ ഷെൽഫ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി. എന്ത് ചെയ്തു, ഷെൽഫ് ലോക്ക് ആക്കാൻ മറന്നുപോയി. അപ്പൊ പിറ്റേ ദിവസം ടീച്ചർ വരുന്നത് ലേറ്റ് ആയിട്ടാണ് അന്ന് ക്ലാസ്സിൽ വന്നത്. ഓക്കെ, നോർമലി ആണ്. അപ്പോ കുട്ടികള് എന്ത് ചെയ്തു, കുട്ടികൾ കറക്റ്റ് ടൈമിന് വരെയും ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നതും കണ്ടു. എന്ത് ചെയ്തു, കുട്ടികൾ ആ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അവര് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ടീച്ചർ വന്നപ്പോ കാണുന്നത് എന്താണ്, കുട്ടികള് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എന്ത് ചെയ്തു, വർക്ക് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ടീച്ചർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ടീച്ചർ പറഞ്ഞു, നിങ്ങള് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി, കാരണം കുട്ടികൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവര് അങ്ങനെയല്ല ചെയ്ത്, അവർക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ആ ഷെൽഫിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ ടേബിളിലോ അവർ വർക്ക് ചെയ്യാം, മാക്കിലോ ഇരുന്ന് അത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം എവിടെയുണ്ട്, നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മരിയ മോണ്ടിസോറി അക്യൂർ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓപ്പൺ ഷെൽഫുകൾ. കണ്ടോ, ലോക്ക് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. മോണ്ടിസോറി ക്ലാസ് റൂമിലെ ഷെൽഫുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ എന്താണ്, ഓപ്പൺ ഷെൽഫുകളാണ്. ഓപ്പൺ ഷെൽഫുകൾ മെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, പിന്നീട് ഈ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് മോണ്ടിസോറിയുടെ തന്നെ വൺ ഓഫ് ദ പില്ലർ ഫോർ പ്രിപ്പേർഡ് എൻവയോൺമെന്റ്, നമ്മുടെ പ്രിപ്പേർഡ് എൻവയോൺമെന്റ് വൺ ഓഫ് ദ എന്താ പറയുക നാടിയേക്കലായിട്ട് തന്നെ മാറുകയും ചെയ്തത്. അതിൻ്റെ ഒരാളൊന്ന് റീഡ് ചെയ്യൂ, ലവ് ഓഫ് ഓർഡർ. അതിലൊരാൾ റീഡ് ചെയ്യോ? ആരും മാം എന്നെ റെഫർ ചെയ്തത് എന്താണ്? ഓക്കെ മാം, വായിക്കാം. ഓക്കെ, അനിത വായിച്ചോട്ടെ. നവമി നെക്സ്റ്റ് വായിച്ചോ. ഓക്കെ മാം. This characteristics of children was detected by chance. In early Montessori class, the teacher dispensed the material at the beginning and collected it back. I'm sorry ma'am, once again ഞാനിത് ടെക്സ്റ്റ് ബുക്ക് കൈമയില്ല മാം, കുഞ്ഞ് എന്റെ കൈമ ഓർമ്മിക്കുന്നുണ്ടായത്. PDF നോക്കിയിട്ട് വായിക്കാം മാം. Okay ma'am, മതി. This characteristic of children was detected by the chance. In early Montessori class, the teacher depends the material at the beginning and collect it back at the end of the class. However, Maria Montessori informed that children were following the teacher and observing her placing the materials, that children were following the teacher materials back on the shelves. The event made her understand that the children needs to place the materials back on their own. These observations become one of the main pillar of the prepared environment. അപ്പോ ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് ടീച്ചർ ആദ്യം നമ്മളെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫസ്റ്റ് ഒക്കെ ഈ ടീച്ചേഴ്സ് തന്നെയായിരുന്നു മെറ്റീരിയൽസ് കൊടുക്കുന്നതും തിരിച്ച് കളക്ട് ചെയ്ത് ഷെൽഫിൽ വെക്കുന്നതും.
ഈ കുട്ടികൾ ഷെൽഫിലേക്ക് കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് കുട്ടികൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട് അക്കംപ്ലിഷ് ചെയ്യുന്നതായിട്ട് കണ്ടു. കുട്ടികൾ ടീച്ചറിന്റെ പുറകെ പോകുന്നു, എന്നിട്ട് വെക്കുന്നതൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നത് മരിയ മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ മരിയ മോണ്ടിസോറിക്ക് തോന്നി എന്താണ് ഇനി കുട്ടികളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ അത് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് തിരിച്ച് ആ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അത് അവർക്ക് അത് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഷെൽഫുകളെല്ലാം കുട്ടികളുടെ ഹൈറ്റിന് അവർക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് കാണുന്ന മോണ്ടിസോറി സ്കൂളുകളിലെ ഷെൽഫുകൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഷെൽഫുകളാണ്. കുട്ടികൾക്ക് അത് എടുക്കാനും അത് വർക്ക് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അലോ ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഒരു എന്താ പറയുക ഒരു നെടുന്തൂണ് അല്ലെങ്കിൽ പില്ലർ ആയിട്ട് തന്നെ മാറി. ഏത് ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പില്ലർ ആയിട്ട് തന്നെ മാറി. ദെൻ നെക്സ്റ്റ് ആണ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഞാൻ ഫ്രീഡം ഓഫ് ചോയ്സിന്റെ ഇൻസിഡന്റ് പറഞ്ഞു. ആ ടീച്ചർ ലേറ്റ് ആയിട്ട് വന്നൊരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ, ടീച്ചർ വന്നു, കുട്ടികൾ ആ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്തു വർക്ക് ചെയ്യുന്നത് കണ്ടു. ടീച്ചർ പെട്ടെന്ന് അപ്സെറ്റ് ആയി, അത് റിപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷേ ടീച്ചർ വഴക്കൊക്കെ പറഞ്ഞു, നിങ്ങൾ മോഷ്ടിച്ചു, എന്റെ മെറ്റീരിയൽസ് നിങ്ങൾ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ കുട്ടികൾക്കും അതൊരു വിഷമമായി. പക്ഷെ മോണ്ടിസോറി ടീച്ചറിനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ വഴക്ക് പറഞ്ഞില്ല. കാരണം എന്താണ്, മോണ്ടിസോറി അവിടെ നിന്നൊരു കാര്യം ഡിസ്കവർ ചെയ്തു. എന്താണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. ഏത് ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ള ചോയ്സ് നമ്മൾ ആർക്ക് കൊടുക്കണം, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികളാണ് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾ തന്നെ സെലക്ട് ചെയ്യും. അത് വർക്ക് ചെയ്യേണ്ട ഫ്രീഡം നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി, പിന്നീട് കുട്ടികൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾ ഏത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം മേ ബി അലോക്കേറ്റ് ചെയ്ത് വരുമ്പോ ഒരു എന്താ പറയാ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി തന്നെ കിട്ടണം എന്നില്ല. പക്ഷെ നമ്മള് ഈ ഫ്രീഡം ഓഫ് ചോയ്സിൽ വന്നപ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ കേട്ടോ, റീഡ് ചെയ്യാലോ ഫ്രീഡം ഓഫ് ചോയ്സ്. നവമി. Yes, ma'am. Again, this discovery happened so unexpectedly. The teacher of the school had forgotten to lock the shelves before going home, arriving late the next morning. She found that the children had already started to work on the materials. The teacher was upset. Montessori, however, saw deeper motives of these children. They were in a position to be able to select materials in preference to others. These even becomes a milestone in the Montessori method, free choice of activity. It is interesting to note that it was the discovery which came first and the method followed after. ഓക്കെ കേട്ടാ, അപ്പൊ ആ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. കാരണം എന്താണ്, ഒരു ദിവസം ടീച്ചർ ഞാൻ പറഞ്ഞില്ലേ ആ ഇൻസിഡന്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അൺഎക്സ്പെക്റ്റീവ് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. അപ്പോ ഈ നമ്മള് മോണ്ടിസോറിയിൽ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് തന്നെ മാറി ഏത് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. കുട്ടികളുടെ ആക്ടിവിറ്റീസ് ചോയ്സ് ചെയ്യുന്ന ഫുൾ ഫ്രീഡം അവർക്ക് തന്നെ അലോ ചെയ്യാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കവർ ചെയ്തു, അതിനുശേഷമാണ് ആ മെത്തേഡ് അതിനെ ഫോളോ ചെയ്യുന്നത്. മോണ്ടിസോറി ഒരു കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡിസ്കവറി ആണ്, അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് അതിനെ ഫോളോ ചെയ്യുന്നത്. ഇനി ലവ് ഓഫ് വർക്ക്, ഇതും ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് മനസ്സിലാക്കിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. മോണ്ടിസോറിയുടെ ഫ്രണ്ട് ഒരു ദിവസം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ ഈ കുട്ടികള് ഈ ടോയ്സ് എടുത്ത് വർക്ക് കളിക്കുന്നതിന് പകരമായിട്ട് കുട്ടികൾ സെലക്ട് ചെയ്ത് എന്താണ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പൊ ടോയ്സ് കറക്റ്റ് ആയിട്ട് ആ പ്ലേസിൽ വെച്ചു. ദെൻ നെക്സ്റ്റ് സൈഡില് മെറ്റീരിയൽസ് വെച്ചു. കുട്ടികൾ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് കുട്ടികൾ എന്ത് ചെയ്തു, ആ നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് തന്നെയാണ് അവർ വർക്ക് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്തത്, സെലക്ട് ചെയ്തത്. കാരണം ഇപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എടുത്തു നോക്കി, നമ്മുടെ കുട്ടികൾ കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് 2-3 ദിവസം കഴിയുമ്പോൾ ആ ടോയ്സിന് ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അത് അവരെന്ത് ചെയ്യും, അത് എടുത്ത് കളയും അല്ലെ, എടുത്ത് കളയും. പക്ഷെ മെറ്റീരിയൽസ് ആണെങ്കിൽ നിങ്ങളൊന്ന് പ്രീ റൈറ്റിംഗ് ബോർഡ്സോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസോ ഒന്നും വാങ്ങിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തോ? ഇല്ല. ഓക്കെ. അപ്പൊ പിങ്ക് ടവർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആ പിങ്ക് ടവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പൊ പിങ്ക് ടവർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക പിങ്ക് ടവറിന്റെ. എന്നിട്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് അത് കളിക്കാൻ കൊടുക്കാം. കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും ആ ഒരു മെറ്റീരിയൽസ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും.
അപ്പൊ ബിൽഡിംഗ് ബ്ലോക്സിനെ മാതിരി ബിൽഡിംഗ് ബ്ലോക്സ്. അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുഞ്ഞിക്ക് അത് കെട്ടും അതിനെ മരിക്കും, ആദ്യം ബിൽഡ് ചെയ്യും. ഓക്കെ, അത് അങ്ങനെയാണ്. നമ്മുടെ മെറ്റീരിയൽസ് കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. പക്ഷേ നമ്മളുടെ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ടോയ്സ് അത് കുറച്ച് നാളത്തേക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ അവർ ത്രോ ചെയ്യും, അത് കളയും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ലവ് ഓഫ് വർക്ക് ആണ് നമ്മൾ പറയുന്നത് കേട്ടാ. ആരാ റീഡ് ചെയ്യുന്നേ? നെക്സ്റ്റ് പോയിന്റ് ആതിര വായിച്ചു. ഇതിപ്പോ വായിച്ചു. ഫാത്തിമ. Dr. Montessori found that children preferred work to play. This astonishing revelation came out when Dr. Montessori placed the expensive toys which were given by her friends in a room with the children. To her surprise, the children did not select any of the toys. They preferred to work with the materials. എന്താണ് കുട്ടികൾ ആ ടോയ്സ് സെലക്ട് ചെയ്യാതെ അവർ ആ മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. കാരണം എന്താണ്, അവര് പ്രിഫറൻസ് കൊടുത്തത് ആ ഒരു മെറ്റീരിയൽസിനാണ്. കാരണം അവർക്ക് ആ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, ആ വർക്ക് ചെയ്യുന്ന രീതിയാണ് അവർ ഇഷ്ടപ്പെട്ടത്. ടോയ്സിനേക്കാളും ഇമ്പോർട്ടൻസ് മെറ്റീരിയൽസിന് തന്നെ കൊടുക്കും. കാരണം നിങ്ങളൊന്നും നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ, ആ ഒരു ഏജിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ടോയ്സും അതേപോലെ തന്നെ വാശിയൊക്കെ പിടിച്ച ടോയ്സ് ഒക്കെ വാങ്ങിക്കും. പക്ഷെ അത് അതിന് ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അത് അവിടെ വല്ലയിടത്തും കളയുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇനി നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. അടുത്തൊരു ഡിസ്കവറിയാണ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. എന്നുവെച്ചാല് മോണ്ടിസോറി ഒരു ദിവസം ഒരു ഇൻസിഡന്റ് സംഭവിച്ചപ്പോഴാണ് ഇതും ഡിസ്കവർ ചെയ്തത്. ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ, മോണ്ടിസോറി ട്രെയിൻഡ് അല്ലാത്തൊരു ടീച്ചർ ഒരു കുട്ടിയുടെ ഗുഡ് ബിഹേവിയറിന് വേണ്ടിയിട്ട് ഒരു മെഡൽ കൊടുത്തു, റിവാർഡായിട്ട് ഒരു മെഡൽ കൊടുത്തു. പക്ഷേ മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഈ മെഡൽ ഊരി മാറ്റിയിട്ട് കുട്ടി എന്ത് ചെയ്തു, കുട്ടി പോയി നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. അപ്പൊ മോണ്ടിസോറി ഇതിൽ നിന്നൊരു ഡിസിഷൻ എടുത്തു, നമ്മുടെ കുട്ടികൾക്ക്, മോണ്ടിസോറി കുട്ടികൾക്ക് റിവാർഡിന്റെയോ പണിഷ്മെന്റിന്റെയോ ആവശ്യമില്ല. നമ്മൾ അവരെ പണിഷ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ അവർക്ക് എന്താണ് നല്ല കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ റിവാർഡോ ചോക്ലേറ്റ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. അവർക്ക് റിവാർഡോ പണിഷ്മെന്റിന്റെയോ എന്താണ് ആവശ്യകത ഇല്ല എന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു. പണിഷ്മെന്റിന്റെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾ അത് ചെയ്തില്ലെങ്കിൽ അത് ഓരോ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ പഠിച്ചപ്പോൾ എൻറ്റയർലി എങ്ങനെയാണ് കുട്ടികൾ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടികളുടെ കഴിവായിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് വരുന്നത്. അപ്പോ നമ്മൾ എന്താണ്, നമുക്ക് ഡിഫറെന്റ് എബിലിറ്റീസ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ ഓരോ ആ കുട്ടികള് പണിഷ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഓക്കെ, നോ റിവാർഡ് ഫോർ നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ് ആതിര. Yes, ma'am. No need for reward and punishment. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. This struck Montessori, realizing that children showed no need for reward and punishment, which intervened with the child's choice of activity. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്ത പോയിന്റ്സ് മനസ്സിലായോ? ഞാൻ ഏതൊക്കെ എടുത്തത്? ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ദെൻ ലവ് ഓഫ് വർക്ക് ആൻഡ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇത്രയും പോയിന്റ്സ് ആണ് ഞാൻ എടുത്തത്. ഇത് മനസ്സിലായോ എല്ലാവർക്കും? നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഇന്നും ഇത് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇപ്പോഴാ ആലോചിച്ചത്. അത് സെമിനാർ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ലേ നമ്മള്? ഇല്ല, ചെയ്തായിരുന്നു അല്ലേ? എന്നിട്ട് സെമിനാർ കഴിഞ്ഞു. ഓക്കേടാ. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്ക് എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അത് ഇന്നലെ കാണിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ലവ് ഓഫ് സൈലൻസ്. സോറി മാം, ഇത് സെമിനാറോ മാം അസൈൻമെന്റോ? മറ്റേ ഡോക്ടർ മോണ്ടസറി, മരിയ മോണ്ടസറി ആ സെമിനാറാടാ. അപ്പോ ഇന്നലെ ക്ലാസ് റൂമിൽ ഇടാന്ന് പറഞ്ഞു അല്ലേ? അത് നിങ്ങളൊന്ന് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്താൽ മതി. അത് കാരണം ഞാൻ അസൈൻമെന്റ് നോക്കിയപ്പോൾ ഓൾറെഡി അങ്ങനെ അസൈൻമെന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ മരിയ മോണ്ടസോറിയുടെ അസൈൻമെന്റ് പറഞ്ഞാൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അസൈൻമെന്റ് വീണ്ടും നിങ്ങൾ 2 റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ട വരില്ലേ?
സെമിനാർ പോലെ എഴുതിയാൽ സെമിനാർ റിപ്പോർട്ട് പോലെ എഴുതി സൂക്ഷിച്ചാൽ മതി. കാരണം നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സെമിനാർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് സെമിനാർ റിപ്പോർട്ട് എഴുതാം. അറ്റ് ടൈം തന്നെ സെമിനാർ റിപ്പോർട്ട് എഴുതാം. അതേപോലെ വൈവയുടെ സമയത്ത് എല്ലാവരും ഏകദേശം ഒരു സെമിനാറെങ്കിലും എടുക്കണം. ഡിപ്ലോമയിലെ കുട്ടികൾ ഒരു അറ്റ്ലീസ്റ്റ് 1 സെമിനാറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഡിപ്ലോമ കുട്ടികൾ എടുക്കണം. PG കുട്ടികളാണെങ്കിൽ അതവർക്ക് കറക്റ്റ് ആയിട്ട് സെമിനാർ എടുക്കേണ്ടതാണ്. നമ്മൾ PGയിൽ സെമിനാറിന്റെ സെപ്പറേറ്റ് മാർക്ക് ഉണ്ട്. അതാ PG ആ ഒരു വൈവയുടെ സമയത്ത് നിങ്ങൾ 2 മിനിറ്റ്സ് സെമിനാറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടൈം സ്പെൻഡ് ചെയ്യണം. 2 മിനിറ്റ്സ് ഉള്ളൂ. നമ്മളെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, സെമിനാർ കണ്ടക്ട് ചെയ്യാം. മാം ഇതുവരെ നമുക്ക് എല്ലാം മാമിന്റെ ഓരോ മാം സെമിനാർ തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എഴുതിട്ട് വെക്കണം. മീൻസ് ഇപ്പൊ ഓരോരോ ആൾക്ക് അസൈൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്കിപ്പോ ലാസ്റ്റ് ടൈം ആംഗ്രി, ഹാപ്പിനെസ് അതിൻ്റെതെല്ലാം ഓരോരോ ആൾക്കല്ലേ കൊടുത്തു. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരും അത് എഴുതിട്ട് വെക്കണം. വേണ്ട, നമുക്ക് കിട്ടുന്ന ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സെമിനാർ റിപ്പോർട്ട് എഴുതിയാൽ മതി. നമ്മൾ ഏതാണ് ടോപ്പിക് എടുത്തിരിക്കണേ ആ ടോപ്പിക്കിനെ കുറിച്ച്. അങ്കിത് എടുത്തിട്ടില്ലല്ലോ സെമിനാർ? ഇല്ല മാം, ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു നമുക്ക് എടുക്കാന്ന്. അപ്പൊ നീ വൈൻഡപ്പ് ആക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി വരാനുണ്ട് സെമിനാർ എടുക്കാനായിട്ട്. പാർട്ട് 4ലേക്ക് വരുമ്പോൾ ഒത്തിരി സെമിനാർ വരും. ആ ടൈമിൽ എടുക്കാം കേട്ടോ. അതേപോലെ ഈ ചാപ്റ്ററിൽ തന്നെ ഈ ഒരു പാർട്ടിൽ തന്നെ ഉണ്ട് നോർമലൈസേഷൻ, ഡിവിയേഷൻ ഒക്കെ വരുമ്പോൾ സെമിനാർ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ സെമിനാർ വരും. അപ്പോഴായാലും നമ്മളുടെ ആവശ്യമാണ് നമ്മൾ സെമിനാർ എടുക്കാന്നുള്ളത്. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് പറയണം. എനിക്കറിയില്ല, ഞാനിപ്പോ ഏകദേശം എടുത്തവരുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും നിങ്ങൾ എല്ലാവരും സെമിനാർ എടുത്തു നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. ഏകദേശം എല്ലാവരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. MT10ൽ ഇത്രയും കുട്ടികൾ സെമിനാർ എടുത്തു, ഇങ്ങനെ കുട്ടികൾ റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നവർ എനിക്കറിയാം. കാരണം ഞാൻ അവരുടെ പേര് നോട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ചോദിക്കുമ്പോൾ സെമിനാർ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം മിസ്സേ എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഞാൻ സെമിനാർ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക് മിസ് പറഞ്ഞത് മറ്റേ മറിയാം മോണ്ടിസോറിയുടെ എഴുതിയത് മറ്റേ നമ്മുടെ ബുക്കിൽ എഴുതാനാ പറഞ്ഞത്. ബുക്കിൽ എഴുതണ്ട, അപ്പൊ പേപ്പറിൽ എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതണം അങ്ങനെയല്ലടാ, അസൈൻമെന്റ് ബുക്കിൽ തന്നെ എഴുതിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അസൈൻമെന്റ് ബുക്കിൽ എഴുതിക്കോളാൻ പറഞ്ഞായിരുന്നു. ഞാനൊന്ന് മലയാളത്തിൽ വായിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞത് ഇംഗ്ലീഷിൽ ബുക്കിൽ എഴുതിക്കോളാൻ പറഞ്ഞായിരുന്നു. ബുക്കിൽ എഴുതാ അല്ലേ? ഞാൻ കുറച്ചിങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. എന്നിട്ട് അസൈൻമെന്റ് ബുക്കിൽ എഴുതിക്കും. കാരണം നമ്മളുടെ എന്തുകൊണ്ട് അസൈൻമെന്റ് ബുക്ക് ബിൽഡ് ചെയ്യാൻ പറയണെന്നൊക്കെ കാരണം മെയിൻ ആയിട്ട് പേപ്പർ ആണ്, A4 ഷീറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒക്കെ അസൈൻമെന്റ്, ഏതെങ്കിലും ഒക്കെ സെമിനാർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ? നിങ്ങൾ പറയും പോവില്ല മിസ്സേ, ഞങ്ങൾ പേപ്പറിൽ എഴുതിക്കോളാം എന്നൊക്കെ പറയും. പക്ഷെ ഉറപ്പാണ് പോകും. എന്റെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. ഞാനും പണ്ട് എഴുതിയിട്ടുള്ള സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല നമുക്കത്. കാരണം നമ്മളത് പേപ്പറിലാണ് എഴുതിയത്. മേ ബി എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഒറ്റൊരു ബുക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഇപ്പൊ മാം ജിഷ മാം എല്ലാം തന്നിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും തന്നിട്ടില്ലേ ഇത് ഓരോരോ അസൈൻമെന്റ് ആയിട്ട്? അപ്പൊ അതെല്ലാരും എഴുതിട്ട് വെക്കുന്ന ബെറ്റർ അല്ല മാം? വൈവയുടെ ടൈമിൽ ചോദിക്കുമ്പോ ഇപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ പ്രൊഫസറിന്റെ ഏതാനും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എല്ലാരും എഴുതിയിട്ടുണ്ടായി. അപ്പൊ അതെല്ലാം എഴുതിട്ട് വെക്കണം. എല്ലാവരും എഴുതിയത് അസൈൻമെന്റ് ബുക്കിൽ കംപ്ലീറ്റ് ആയിരിക്കണം, എല്ലാ അസൈൻമെന്റും. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണില്ല അസൈൻമെന്റ്സ്? സബ്മിറ്റ് ചെയ്യുന്നു മാം. ഈ സെമിനാർ തരുന്നില്ലേ? സെമിനാറാ ഞാൻ പറഞ്ഞത്. അപ്പൊ സെമിനാർ ടോപ്പിക് ഓരോരോ ടോപ്പിക് തരൂല്ലേ സെമിനാർ എന്ന് പറഞ്ഞിട്ട്? എല്ലാരും ഇപ്പൊ മൊത്തത്തിൽ എന്റെ കാര്യം ഞാൻ പറയാം, അങ്കിത ശ്രദ്ധിക്കും. എന്റെ സെമിനാർ ആണെങ്കിൽ സെമിനാർ റിപ്പോർട്ട് അസൈൻമെന്റ് ബുക്കിൽ എഴുതിക്കും, കുഴപ്പമില്ല. അപ്പൊ അസൈൻമെന്റിന് ആക്കേണ്ട ഹെഡിങ് സെമിനാർ റിപ്പോർട്ടിന് ആക്കാം. എന്താണ് ടോപ്പിക്, ഇൻട്രൊഡക്ഷൻ, എന്താ പറയുക, കണ്ടന്റ്, കൺക്ലൂഷൻ. ഇതാണല്ലോ സെമിനാർ റിപ്പോർട്ടിന് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ്. ആ ഒരു രീതിയിൽ അതെന്ത് ചെയ്യാം, അതിൽ ഇൻക്ലൂഡ് ചെയ്യാം അസൈൻമെന്റ് ബുക്കിൽ. ഓക്കെ അല്ലേ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? മറ്റു ടീച്ചേഴ്സ് എങ്ങനെ പറയുന്നത് എനിക്ക് അറിയില്ല. അവർ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അതിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യണ്ട. ഓക്കെ ഓക്കെ ദെൻ നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണ്ട? റിവാർഡോ പണിഷ്മെന്റോ വേണ്ട. എൻകറേജ്മെന്റ് കൊടുക്കാം, നമുക്ക് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യാൻ, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. പക്ഷെ റിവാർഡിന്റെയോ പണിഷ്മെന്റിന്റെയോ ആവശ്യം എവിടെ ഇല്ല, നമ്മുടെ കുട്ടികൾക്ക് ഇല്ല എന്നാ പറയുന്നത്. ലവേഴ്സ് ഓഫ് സൈലൻസ്. ഇനി നമ്മൾ മോണ്ടിസോറി കുട്ടികളുടെ പ്രത്യേകതയാണ് എന്താണ് ലവ് ഓഫ് സൈലൻസ്. ഒരു ദിവസം ഒരു ഇൻസിഡന്റ് ആയിരുന്നു. മോണ്ടിസോറി എന്ത് ചെയ്തു, ഒരു 4 മാസമുള്ള ഒരു കുട്ടീനെ എന്ത് ചെയ്തു, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ കുട്ടികളോട്, ക്ലാസ് റൂമിലുള്ള കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും
ഈ ഒരു കുട്ടി എന്ത് കുട്ടിയുടെ അത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? ആ കുട്ടി ഉറങ്ങായിരുന്നു. ഉറങ്ങുമ്പോൾ നമ്മൾ കുട്ടികളെ അറിയാലോ ഭയങ്കര നിശബ്ദതയായിരിക്കും. ഓട്ടോമാറ്റിക്കലി എന്താണ് ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്തു ആ കുട്ടികളോട് ചോദിച്ചു. കുട്ടികള് നിനക്ക് പറ്റില്ല എന്നാ പറഞ്ഞത് മോണ്ടിസോറി. നിനക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല, ഈ കുട്ടിയുടെ അത്രയും സൈലൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ജോക്കായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു? മോണ്ടിസോറി കുട്ടികൾ എന്ത് ചെയ്തു? അവർ അവരുടെ ബ്രീത്തിനെ വരെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഒരു 2 സെക്കൻഡ്സിനുള്ള ക്ലാസ് റൂം ഫുള്ളും സൈലന്റ് ആയി, പെർഫെക്റ്റ് സൈലൻസ്, ഭയങ്കര നിശബ്ദത. ഇത് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയിരുന്നു മരിയ മോണ്ടിസോറിയുടെ സൈലൻസ്. പിന്നെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമായിട്ട് സൈലൻസ് ഗെയിം ഒക്കെ കളിക്കാൻ തുടങ്ങി. സൈലന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഗെയിമുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമായിട്ട് എന്താ പറയുക, സൈലന്റ് ഗെയിംസ്. ഈ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ നിന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയത് മോണ്ടിസോറി കുട്ടികള് അവര് ആ സൈലൻസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നാണ്. ഇത് കഴിഞ്ഞ ബാച്ചിൽ ഞാൻ എടുത്തപ്പോ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, മിസ്സേ ആ കുട്ടിക്ക് ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയാണുള്ളത്. മോന് 1.5 വയസ്സായി. അപ്പോ ട്രെയിനിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. LKG സെഷനിലാണ് പോയത്. അപ്പൊ കുട്ടീനെയും ക്യാരി ചെയ്താ പോയതെന്ന് പറഞ്ഞു. കുട്ടീനെയും കൊണ്ടുപോയി. ഒരു ദിവസം എന്തോ കുട്ടീനെ നോക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് കുട്ടീനെയും കൊണ്ടാ പോയതെന്ന് പറഞ്ഞു. നമുക്കറിയാലോ 1.5 വയസ്സുള്ള ഒരു കുട്ടി പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. ആ സിസ്റ്റർ സമ്മതിച്ചു എന്നാ പറഞ്ഞത്, പെർമിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. കുട്ടീനോട് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഒരു ഉച്ചയ്ക്കായ സമയത്ത്, സാധാരണ അവൻ ആ സമയമാകുമ്പോ ഉറങ്ങുമെന്ന്, അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? ഉറങ്ങി എന്ന് പറഞ്ഞു. ആ സമയമായപ്പോ ഉറങ്ങി. നമുക്കറിയാം ചില സ്കൂളുകളിൽ ഉറങ്ങാനൊക്കെ സമയം അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആളെന്ത് ചെയ്തു? അടുത്ത ക്ലാസ് റൂമിൽ അടുത്ത് തന്നെ ആയിട്ട് പാവിച്ചിട്ട് അവിടെ കടത്തി കുട്ടീനെ അവിടെ കടത്തി കഴിഞ്ഞ് കുട്ടി ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ ആ കുട്ടീനെയും കൊണ്ട് പോകുമ്പോ ഭയങ്കര കളിയും ചിരിയും ഭയങ്കര സൗണ്ടും ഭയങ്കര ബഹളായിരുന്നു. കുട്ടികള് ഭയങ്കരമായിട്ട് വന്നിരിക്കും സംസാരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവള് വാവ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ പിള്ളേരെല്ലാവരും ഭയങ്കര നിശബ്ദത, ഭയങ്കര ഫീൽ ഓഫ് സൈലൻസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. ചില കുട്ടികള് ആ വാവയുടെ അടുത്ത് പോയി കിടന്നുറങ്ങുന്നു, ചിലവര് മിണ്ടാതിരിക്കുന്നു, എല്ലാവരും ഭയങ്കര സൈലൻസ്. അപ്പോ നമ്മൾ മോണ്ടിസോറി സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്ന കുട്ടികള് ഈ സൈലൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നാ പറയുന്നത്. എന്നുവെച്ചാല് അവർക്കൊരു ഫീല് വന്നു, ആ ഒരു സൈലൻസ്. അവർ സ്വയമേ ആ കുട്ടി ആ ഒരു പ്രിൻസിപ്പിൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, കുട്ടികളോട് പറഞ്ഞൊന്നുമില്ല നിശബ്ദതായിരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. വാവ ഉറങ്ങി കഴിഞ്ഞപ്പോ ആളെന്ത് ചെയ്തു? അടുത്തൊരു പായ വെച്ച് കടത്തി. അതിന്റെ അടുത്ത് പോയി 2-3 കുട്ടികൾ കടന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാണെങ്കിൽ പോലും അത്ര സൈലന്റ് ആയിട്ടായിരുന്നു ആ വർക്ക് ചെയ്തത്. അപ്പൊ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ തന്നെയാണ് മരിയ മോണ്ടിസോറിയുടെ ലൈഫിലും ഈ ഒരു എക്സ്പീരിയൻസ് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തത്? ഡിസ്കവർ ചെയ്ത കാര്യം അതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടീനെ, കുഞ്ഞു കുട്ടീനെ എന്ത് ചെയ്തു? 4 months ഉള്ള ബേബി ഗേളിനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരെ നമ്മൾ കുട്ടികളോട് ജോക്കായിട്ട് എന്ത് ചെയ്തു? ഈ കുട്ടീനെ പോലെ ആർക്കെങ്കിലും നിശബ്ദമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് തമാശക്ക് ചോദിച്ചു. പക്ഷെ നമ്മുടെ കുട്ടികള് അവരുടെ ബ്രീത്തിനെ പോലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അവർ അത്ര നിശബ്ദമായിട്ട് മാറി. ഇനി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് മേബി ഞാൻ ഷെയർ ചെയ്യാം. നമ്മള് CBSE സ്കൂളിൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. CBSE സ്കൂളില് ഈ മോണ്ടിസോറി ക്ലാസ് റൂം അല്ല അവിടെ ഉള്ളത്. മോണ്ടിസോറി സ്കൂൾ അല്ല, CBSE സ്കൂളാണ്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. KG LKG കുട്ടികൾക്ക് വേണ്ടി, പ്ലേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 അവർ മോണ്ടിസോറി അവർ വീക്കിലി അല്ലെങ്കിൽ വീക്കിലി അല്ല ഡെയിലി ലാസ്റ്റ് അവർ എന്താണ് മോണ്ടിസോറി അവറാണ് എല്ലാ കുട്ടികൾക്കും. അപ്പൊ KGയിലെയും LKGയിലെയും കുട്ടികൾ ഉണ്ടാവും, ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാണ്. അപ്പോ ഈ കുട്ടികള് സാധാരണ ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര ബഹളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, LKGയിലെ കുട്ടികൾ തന്നെ നല്ല ബഹളമായിരിക്കും. UKGയിലെ കുട്ടികളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യാം? ഭയങ്കര ബഹളമായിരിക്കും എന്നല്ല എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇവർ ഈ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഭയങ്കര നിശബ്ദതയാണ്. മേ ബി അവർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തോ
ആ ക്ലാസ്സിലേക്ക് അവർ വരുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് വരുന്നത്. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിശബ്ദമാണ്. പിന്നെ അവർ വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് ആരും സംസാരിക്കുന്നില്ല, ആരും എന്ത് ചെയ്യുന്നില്ല, ഡിസ്റ്റർബ് ആവുന്നില്ല. എല്ലാവരും വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാല് അവരാ ഒരു മെത്തേഡിനോട് അത്രയും അടുക്കുമ്പോഴാണ് ഈ ഒരു ലവ് ഓഫ് സൈലൻസിലേക്ക് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ദെൻ ആ പാരഗ്രാഫ് വായിച്ചു, ലവ് ഓഫ് സൈലൻസിന്റെ പാരഗ്രാഫ് വായിച്ചു കേട്ടോ, റീഡ് ചെയ്തോ. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം. Loves of silence. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. Maria Montessori was not surprised that the little girl was so still and quiet and wanted to share these feelings with the children in the class. She told the class in joking manner, "None of your crowd do so well." Maria was taken aback that her children were able to keep silent. She went further to say how soft her breath is. None of your crowd breathes silent as she. These children took Maria to task at the moment, holding their breaths. There was an impressive silence. It was therefore a real revelation when Montessori discovered that deep down in the soul's children have a great love of silence. Today, the silence game has become a part of Montessori classrooms. ഓക്കെ, മനസ്സിലായോ? കണ്ടിട്ട് ഞാനത് റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ വേർഡ് ബൈ വേർഡ്. നമ്മള് ഇതിലേക്ക് വരുമ്പോ, ഏതാണ് മോണ്ടിസോറി മെത്തേഡിലേക്ക് വരുമ്പോ കണ്ടന്റ് നമ്മൾ ഉൾക്കൊള്ളാൻ നോക്കാം. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മളത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലാണ്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കാളും കൂടുതൽ നമ്മൾ ആ കണ്ടന്റ് വാല്യൂ ചെയ്യാം. നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിന്റെ കാര്യം പറയണം. മരിയ മോണ്ടിസോറി എന്താ പറയാ, ആദ്യം നമ്മുടെ സെൻസറി മെറ്റീരിയൽസ് മാത്രമായിരുന്നു മോണ്ടിസോറി സ്കൂളിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സിന് എന്താണ്, കുട്ടികൾ എഴുതണം, അത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അവർ എഴുതി തുടങ്ങണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പാരന്റ്സ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മരിയ മോണ്ടിസോറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങി. എന്ത് കുട്ടികളെ കൊണ്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാൻ, റൈറ്റ് ചെയ്യിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടികളും പറഞ്ഞു, ഡിമാൻഡ് ചെയ്തു മരിയ മോണ്ടിസോറിയുടെ അടുത്ത് ഞങ്ങൾക്കും എഴുതണം അങ്ങനെ. അപ്പൊ മോണ്ടിസോറി എന്ത് ചെയ്തു, അന്ന് നമ്മള് ഇന്ന് കാണുന്ന മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, മരിയ മോണ്ടിസോറി അസിസ്റ്റന്റും കൂടി കുറച്ച് ലെറ്റേഴ്സ്, കാർഡ്ബോർഡില് ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങി. ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് ഫ്ലാഷ് കാർഡ് ഒക്കെ ഇല്ലേ, ഫ്ലാഷ് കാർഡ് കണ്ടിട്ടുണ്ടോ ആൽഫബറ്റ്സിന്റെ? ഓക്കെ, അതേപോലെ അതിന്റെ പഴയ രൂപമാണ്, കാർഡ്ബോർഡിലാണ് അന്ന് എഴുതിയത്. എത്ര കൊല്ലം മുമ്പാണ് കാർഡ്ബോർഡില് ആൽഫബറ്റ്സ് ABC അങ്ങനെ എഴുതാനായിട്ട് പറയും. അങ്ങനെ കാർഡ്ബോർഡുകൾ പ്രിപ്പയർ ചെയ്തു. അത് കൂടാതെ സാൻഡ് പേപ്പർ നമ്മൾ ചെയ്തില്ലേ, നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും നമ്മൾ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. കുട്ടികളെ കൊണ്ട് മരിയ മോണ്ടിസോറി ചെയ്യിച്ചെന്ന് വെച്ചാൽ അത് ട്രേസ് ചെയ്യാൻ പഠിപ്പിച്ചു. ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യാൻ, ട്രേസ് ചെയ്യാൻ, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ ട്രേസ് ചെയ്യാനായിട്ട് കുട്ടികളെ ട്രേസ് ചെയ്യിക്കാനാണ് ഫസ്റ്റ് കുട്ടികളെ എന്ത് ചെയ്ത് ട്രെയിൻ ചെയ്തത്. അപ്പൊ ഒരു മൈൻഡ് ആൻഡ് ഹാൻഡ് എന്തിനെ, ഇത് റൈറ്റിംഗിൽ വേണമെങ്കിൽ നമ്മുടെ കണ്ണും കൈയും മനസ്സും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരു ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ആണ് അവിടെ പ്രോപ്പർ ആയിട്ട് നടന്നത്. ദെൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ടച്ച് ചെയ്ത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ എന്താണ് ഓട്ടോമാറ്റിക്കലി റൈറ്റ് ചെയ്ത് തുടങ്ങും. നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ, ലാംഗ്വേജ് ഏരിയ അല്ലെങ്കിൽ ലാംഗ്വേജ് ഏരിയ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഉണ്ട്, മൂവിങ് ആൽഫബറ്റ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മൂവിങ് ആൽഫബറ്റ്സ് 4 ടൈപ്സ് ഒക്കെ ഉണ്ട്. എന്നാലും മൂവിങ് ആൽഫബറ്റ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. മൂവിങ് ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഈ മൂവിങ് ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് നമുക്കില്ലേ എന്ത് ചെയ്യാൻ പറ്റും, വേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ കുറച്ചും കൂടി ട്രെയിൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മൂവിങ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വേർഡ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. കാണുന്നുണ്ടോ മൂവിങ് ആൽഫബറ്റ്സ്? ഇതാണ് മൂവിങ് ആൽഫബറ്റ്സ്. കുട്ടികൾ തന്നെ സ്വയമേ കാറ്റ് എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്ന നമ്പർ പിക്ക് ചെയ്യുന്നു, എ എന്ന് പറയുന്ന നമ്പർ വേർഡ് ആൽഫബറ്റ്സ് പിക്ക് ചെയ്യുന്നു, ടി. നിങ്ങൾ ഈ മൂവിങ് ആൽഫബറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിൽ റെഡും ബ്ലൂവും കളറുകളല്ലേ ഇല്ലേ? vowels and consonant. ഓക്കെ, ശരി. അപ്പൊ വവൽസ് ആണ് ബ്ലൂ ആയിട്ട് കാണുന്നത് നമ്മള്. ഓക്കെ, അപ്പോ മൂവിങ് ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത് വെച്ച് തന്നെ അവര് വേർഡ്സുകൾ സ്വയമേ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മള് സാധാരണ ചെറിയ പിള്ളേരെ എഴുതാനായിട്ട് എങ്ങനെ പഠിപ്പിക്കണേ? നമ്മളുടെയൊക്കെ പ്രായത്തിൽ എങ്ങനെയായിരുന്നു? പെൻസിൽ കയ്യിൽ കൊടുത്തിട്ട് മുറുക്കി പിടിച്ച് അമ്മയും അച്ഛനോ നിർബന്ധിച്ചിട്ടായിരിക്കും കൈ രണ്ട് നല്ല വേദന എടുക്കൂലേ? നല്ല വേദന എടുത്തിട്ടുണ്ടാവില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കൈ അച്ഛനെ പിടിച്ച് എഴുതിച്ചിട്ടുണ്ട്, നല്ല വേദന എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ എഴുതിച്ചിട്ടുണ്ട്? ആരൊക്കെ അങ്ങനെ സ്വന്തം മക്കളെ എഴുതിച്ചിട്ടുണ്ട്? ചെയ്തില്ല? ഓക്കെ, ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യിക്കേണ്ട വരില്ല എന്നാണ് നമ്മള് മോണ്ടിസോറി പറയുന്നത്. കാരണം അവർ ഓട്ടോമാറ്റിക്കലി ഈ മൂവിങ് ആൽഫബറ്റ്സും അതേപോലെ തന്നെ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് തന്നെ ട്രേസ് ചെയ്യുമ്പോൾ, സാധാരണ കുട്ടികൾ വരയ്ക്കാണ്, അപ്പൊ ഇങ്ങനെ ട്രേസ് ചെയ്യുന്നതിലൂടെ അവർ ആൽഫബറ്റ്സ് എന്ത് ചെയ്യും, എ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവർ എഴുതിക്കോളും. ഞാൻ എന്റെ സ്വന്തം എക്സ്പെരിമെന്റ് പറയാം. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, മോൾക്ക് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ട്രേസ് ചെയ്യാൻ കൊടുത്തു. ട്രേസ് ചെയ്യിക്കലായിരുന്നു മെയിൻ. ഞാൻ അവളൊരു 3 വയസ്സായപ്പോൾ മുതൽ ഞാൻ ട്രേസ് ചെയ്യിക്കാനായിട്ട് തുടങ്ങി. ട്രേസ് ചെയ്ത് അവൾ ആൽഫബറ്റ്സ് ഒക്കെ ഏകദേശം എഴുതും. അത് അവള് വീട്ടില് ബോർഡ് ഉണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്. ബ്ലാക്ക് ബോർഡിലാണ് അവൾ ആൽഫബറ്റ്സ് എഴുതുന്നത്. അപ്പൊ ആൽഫബറ്റ്സ് അവൾ കറക്റ്റ് ആയിട്ട് ആൽഫബറ്റ്സ് എഴുതും. പക്ഷേ ഞാൻ മറന്നു പോയെന്ന് വെച്ചാല് 4 ലൈൻസ് ഇല്ലേ, അവൾ 4 ലൈൻസിൽ ആൽഫബറ്റ്സ് എഴുതുമ്പോൾ അവള് വലുതാക്കി എഴുതുന്നത്. 4 ലൈൻസിൽ ആൽഫബറ്റ്സ് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 ലൈൻസിൽ കറക്റ്റ് ആയിട്ട് അത് ചെയ്യിക്കണമല്ലോ. അപ്പൊ നമ്മളത് ഒന്ന് ഈ ആൽഫബറ്റ്സ് ഒക്കെ ഏകദേശം പഠിച്ചു കഴിയുമ്പോൾ നമ്മള് 4 ലൈൻസിലേക്ക് അവർ എന്ത് ചെയ്യാം, ആൽഫബറ്റ്സ് ചെയ്യിച്ചു നോക്കാം. ഫസ്റ്റ് എന്താണ്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ നമ്മളത് 1 മിനിറ്റ് കേട്ടോ. ഓക്കെ ഏട്ടാ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഈ മൂവിങ് ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങള് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. അവര് എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ റീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ റൈറ്റിംഗ് കുട്ടികൾ പഠിക്കും. അപ്പൊ ഓക്കെ ഏട്ടാ. ഓക്കെ, റീഡിങ് കെയിംസ് ബിഫോർ റൈറ്റിംഗ്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡിങ് ആണ് ആദ്യം വരുന്നത്. റൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റീഡ് ചെയ്യുമെന്നാ പറയുന്നത്. അത് ശരിയാണ്. കാരണം ആ വേർഡ് അറിയുന്നതിന് മുമ്പ് അവർ ട്രേസ് ചെയ്യാണ്, വരച്ചാണ് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ വോയിസ്?
റെസ്പോൺസ് ഒന്നും ഇല്ലാതിരിക്കണോണ്ട് ചോദിച്ചേട്ടാ. അപ്പൊ ആദ്യം എന്താണ് നമ്മൾ റീഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം എന്താണ് നമ്മൾ കുട്ടികളെ റീഡ് ചെയ്യുന്നതിന് മുമ്പേ റൈറ്റ് ചെയ്യാനായിട്ട് അവർ പഠിക്കും. ഓക്കെ. ഒരു ദിവസം മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ ഇഫ് യു ലവ് മീ ഗിവ് മീ കിസ് എന്ന് എഴുതിയിട്ടു. അപ്പൊ ഇഫ് യു റീഡ് ടു കെയിം ടു മീ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക. ഇഫ് യു ലവ് മീ ഗിവ് മീ കിസ്. 4ാമത്തെ ദിവസം 4th ഡേ ഒരു കുട്ടി മോണ്ടിസോറിന്റെ അടുത്തേക്ക് വരികയും മോണ്ടിസോറിനെ എന്ത് ചെയ്തു, കിസ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് മോണ്ടിസോറിക്ക് ഡിസ്കവർ ചെയ്തത് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വായിക്കാനായിട്ട് പറ്റി സെന്റൻസ്. ഭയങ്കര സന്തോഷമായിരുന്നു അത്. കുട്ടി തന്നെ ഓൺ ഹാപ്പിനെസ്, വായിക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ്. അതേപോലെ തന്നെ നമ്മള് റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മള് അക്ഷരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഫോണറ്റിക് സൗണ്ടുകൾ അറിയും നിങ്ങൾക്ക്? ഫോണറ്റിക്സ് ഫോണറ്റിക്സ് അറിയാം, കേട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ നമ്മളുടെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കും. അശ്വതി മിസ് നിങ്ങൾ പഠിപ്പിക്കും കേട്ടോ. ആരാ നിങ്ങൾക്ക് സാറാണോ അശ്വതി മിസ് ആണോ? ഇംഗ്ലീഷ് അപ്പൊ അശ്വതി മിസ് ആണ് ഇംഗ്ലീഷിന് ഫോണറ്റിക്സ് നിങ്ങളെ എടുക്കുന്നത് കേട്ടോ. എന്നുവെച്ചാല് ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇംഗ്ലീഷില് ഫോണറ്റിക്സ് ഉണ്ടായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു. ശരിക്കും ഇന്റേണൽ വൈബേക്ക് ഉണ്ടായിരുന്നു. ആ സൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇന്റേണൽ മാർക്ക് പോകും. ഫോണറ്റിക് സൗണ്ട്സ് ഒക്കെ അത് എന്റെയൊക്കെ ടൈമിലായിരുന്നു. അപ്പൊ അത് നമ്മള് A4 നമ്മളെ ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ മറന്നു വീഴാം. ഇനി പഠിച്ചതൊക്കെയാണ്, അന്ന് നമ്മൾ പഠിച്ചൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഫോണറ്റിക് സൗണ്ട് ആണ്. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഫോണറ്റിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും. സ്വയമേ വേർഡ്സ് ഒക്കെ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടും. ഓക്കെ. ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ യൂട്യൂബിലൊക്കെ കാണുമ്പോ ABCD എന്നുള്ള സോങ് മാറിയിട്ട് ഇപ്പൊ ഫോണറ്റിക്സിന്റെ അങ്ങനെയാണ് സൗണ്ട് വീഡിയോസ് ആണ്. അപ്പൊ അത് അങ്ങനെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ A for ആപ്പിൾ പഠിച്ചു വരാണ്. നമ്മളിപ്പോ A for ആപ്പിൾ അങ്ങനെ കുട്ടികൾ പറയുന്നത് അത് വായിക്കാം. കാറ്റ് ആണെങ്കിൽ ഞാൻ പഠിച്ചത് നമ്മൾ പഠിക്കുമ്പോ CAT കാറ്റാ പഠിച്ചത്. ഇപ്പൊ അത്രേ ഉള്ളൂ കാറ്റ്. ആ ഓരോ സൗണ്ടിലുണ്ട് കേട്ടോ വ്യത്യാസം. ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് അത്രയും പെർഫെക്റ്റ് ഒന്നല്ല. പിന്നെ അതേപോലെ ചില സൗണ്ടുകൾ ഇത് സെയിം എക്സ്പീരിയൻസ് മാം. ഇപ്പൊ കുഞ്ഞുങ്ങള് അവർക്ക് ഞമ്മ ഇപ്പൊ C for what എന്ന് കേട്ടിട്ടെങ്കിൽ C for എന്താ, അപ്പൊ C how to pronounce സീന്ന് ചോദിക്കുമ്പോ അത് വരും. അവര് കീന്നെ പ്രൊണൗൺസ് ചെയ്യൂ, സീനെ കീന്നെ പ്രൊണൗൺസ് ചെയ്യൂ. അപ്പൊ കീല് വരുന്ന സൗണ്ട്സ് ഏതല്ല ചോദിക്കുമ്പോ അപ്പൊ സീന്റെ ഫുള്ള് ലെറ്റേഴ്സ് എല്ലാം വരും. കാറ്റും ക്യാരറ്റ് അങ്ങനെ ആണ്. അപ്പൊ അത് ഫോണറ്റിക് സൗണ്ട്സ് വെച്ച് നമുക്കത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ABCD പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആൽഫബറ്റ്സിന്റെ സൗണ്ട്സും കൂടി കുട്ടികളെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യിക്കുക. ഓക്കെ. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്കത് പഠിക്കാം. അറിയാത്തവരാണെങ്കിൽ യൂട്യൂബില് വീഡിയോസ് ഉണ്ട്, അത് നോക്കിയിട്ട് തന്നെ പഠിക്കാം. ഞാനാണെങ്കിൽ പോലും പഠിച്ചതാണ്, മറന്നുപോയി. എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? എല്ലാ സൗണ്ട് അല്ല, ഒരു പരിധി വരെ എനിക്ക് സൗണ്ടുകൾ അറിയാം, പക്ഷെ ചിലതൊക്കെ മറന്നുപോയി. ഓക്കെ. It's like ma'am, A പിന്നെ U അല്ല സെയിം സൗണ്ട് അതാ മാം. U also എന്ന സൗണ്ട് ആണ്. അംബ്രല്ല ഐക്യന്റെ സൗണ്ട്. I also E also ഏകദേശം ആ ഒരു സൗണ്ട്സ് നമുക്ക് ഓക്കെ. നമുക്ക് ആ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? ലാംഗ്വേജ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മോണ്ടിസോറിയുടെ ലാംഗ്വേജ് ഏരിയ ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാം. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മരിയ മോണ്ടിസോറിന്റെ ഒരു കാര്യം. ബ്ലാക്ക് ബോർഡിൽ എഴുതിയും ഒരു കുട്ടി വന്ന് മരിയ മോണ്ടിസോറിക്ക് കിസ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ മരിയ മോണ്ടിസോറിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. പിന്നെ ആ കുട്ടി ഭയങ്കര ഇൻസ്റ്റന്റ്ലി ഹൈഡ് ഒരു കുട്ടി വായിക്കാൻ പറ്റിയപ്പോ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഐ ക്യാൻ റൈറ്റ്. അത് അങ്ങനെയല്ലടാ, ഒരു മിനിറ്റ് കേട്ടോ. ഇതേപോലെ വേറൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഒരു കുട്ടീനോട് പറഞ്ഞു ഡ്രോ എ പിക്ചർ ഓഫ് ചിമ്മിനിയുടെ പിക്ചർ വരയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്തു, ചോക്ക് എടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, ഒബീഡിയന്റ്ലി അവൻ ആ ഒരു വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു. ആ വർക്ക് എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് ചെയ്യാണ് ചെയ്തത്. ദെൻ ആ കുട്ടി ഇൻസ്റ്റന്റ്ലി പറഞ്ഞു എനിക്ക് എഴുതാൻ പറ്റിയെന്ന്
ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഫസ്റ്റ് ടൈമാണ് അവന്റെ ലൈഫിൽ അവനെ എഴുതുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ ഒരു കുട്ടി സ്വയമേ ഫസ്റ്റ് ടൈം നമ്മൾ ആരും നിർബന്ധിക്കാതെ എഴുതാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു കാര്യം. അവൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ ഒരു കാര്യം അവൻ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, ഹാപ്പി ആയിരുന്നു എന്നാ പറയുന്നത്. ആരത് വായിക്കുന്നത്? ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ, 3 പാരഗ്രാഫ് ഉണ്ട് കേട്ടോ. ഓക്കെ മാം, അത് PDF നോക്കിയിട്ട് വായിക്കാം. Writing and reading. Maria Montessori did not have any intention to teach children to write so young, but the young children came to hear and ask her to teach them to read and write. When parents also started to implore her to do so, Montessori had to agree. She and her assistant made some letters form out of cardboard and sandpaper so that children could trace these letters. According to Maria Montessori, opinion depend upon mind and hand. Writing should lucidly follow as a natural outcome of movement. Maria Montessori understood this when one December she told a child to draw picture of a chimney. The child took a chalk and obediently did his work. The child instantly cried out, "I can write, I can write." It was the first time he had ever written. Montessori found that writing came before reading. Maria Montessori wrote on a blackboard, "If you love me, give me a kiss. If you can read, to come to me." Children were reading these sentences for their own happiness. It was only one of the fourth day that a little child approved of Montessori and gave her a kiss. ഓക്കെ, മനസ്സിലായോ അത് എല്ലാവർക്കും? ഞാനത് വീണ്ടും വായിച്ച് പറയേണ്ട കണ്ടന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്ത കേട്ടോ. നെക്സ്റ്റ് ഡിസ്കവറി ആണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പലട്ടും കഴിഞ്ഞിട്ട് ഒരുപാട് ഡിസ്കവറീസ് ഉണ്ട്. എന്നാലും നമുക്ക് നെക്സ്റ്റ് ഡിസ്കവറി ഏതാണ്? സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ആണ്. നമുക്കറിയാം കാസാദി ബാബിനി എന്ന് പറയുന്ന സ്കൂള് സ്ലംസ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ കെയർ സെന്റർ ആയിരുന്നു, അല്ലെങ്കിൽ സ്കൂളായിരുന്നു. അത് ആ കുട്ടികൾ നമ്മൾ സ്ട്രീറ്റിൽ വളരുന്ന കുട്ടികളാണ്. അത് ഭയങ്കര വയലന്റ് ആണ് അല്ലെ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര വയലന്റ് ആണ്. അവർക്ക് ഒരു അറ്റ്മോസ്ഫിയർ ആ കാര്യങ്ങളോ ഒന്നും ട്രെയിൻഡ് അല്ല. അപ്പോ മോണ്ടിസോറി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവരെ കുറിച്ച് ആരും കേടല്ല, അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ ആരും എന്തായാലും ഈ കുട്ടികളെ കുറിച്ച് കെയർ അല്ല. അവരെ എങ്ങനെയൊക്കെയോ വളരുന്നു എന്നാണ്. പക്ഷേ അവര് പാരന്റ്സ് ഒക്കെ വർക്കിംഗ് ആണ്, കുട്ടികൾ എപ്പോഴും ഈ സ്ട്രീറ്റിലും അവിടെ ഇവിടെയൊക്കെയാണ്. എന്നാലും കുട്ടികള് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ ഈ ന്യൂ മോഡ് ഓഫ് അവരുടെ ലൈഫിൽ നല്ലൊരു വ്യത്യാസമാണ്. കാരണം അവരുടെ വീട്ടിൽ കിട്ടാത്ത പോലത്തെ സാഹചര്യങ്ങളും എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇവിടെ അവൈലബിൾ ആണ്. അവരിവിടെ വന്നപ്പോ, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ അവർ ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, ഒരു കുട്ടിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കുക, മോറൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവര് ഡെവലപ്പ് ചെയ്തു. ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻസ് എടുക്കാനും അവർക്ക് സ്വയമേ കാര്യങ്ങൾ ചെയ്യാനും നല്ല ഹാർമോണിയസ് ആയിട്ട് നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യാനും നമ്മുടെ മോണ്ടിസോറി കുട്ടികൾ തുടങ്ങി. അപ്പോൾ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നു എന്ന് പറയുന്നു. കാരണം അറിയാം, പുറത്ത് അവര് ഭയങ്കര കുടുംബന്മാരും വാശിക്കാരും ഒക്കെയാണ്. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു എൻവയോൺമെന്റിലുള്ള ഒരു ക്വാളിറ്റീസ്, സൈലൻസും കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരും. ആ ഒരു കോൺസെൻട്രേഷനും എന്താ പറയാ സൈലൻസും ഒക്കെ അവർക്കത് ലവ് ഓഫ് ഓർഡർ, കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, പിന്നെ ഷെയറിംഗ് ഹാബിറ്റ്സ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, മ്യൂച്വൽ ഹെൽപ്പ്, റെസ്പെക്ട്, മറ്റുള്ളവരുടെ വർക്ക് റെസ്പെക്ട് ചെയ്യാം, ഒരു വ്യക്തി ചെയ്ത് കഴിയുന്നത് വരെ നമുക്ക് ആ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ആ കുട്ടികളിൽ ഓട്ടോമാറ്റിക്കലി വന്നു എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇതാണ് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് മരിയ മോണ്ടിസോറി പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആരാ റീഡ് ചെയ്യുന്നേ? റീഡ് ചെയ്യാത്തവര് റീഡ് ചെയ്യണോട്ടോ, എല്ലാപ്പോഴും ആദരയാണ്. ഓക്കെ ഓക്കെ കേട്ടോ, റീഡ് ചെയ്തോ. Spontaneous self-discipline.
The children that come to Bamini were children from the street. Nobody cared them, and they were hot and cared for. Their parents were working, and the aim was to keep their children off the street. But after some week, weeks, the children got used to this new mode of life. They happened and gave each other moral support. They were independent and could make their own decisions. They worked harmonious in groups. ഐക്യത്തോടു കൂടി വർക്ക് ചെയ്തു. ഹാർമൺസ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്യത്തോടു കൂടി അവർ ആ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയണേ. ഓക്കെ, ബാക്കി ഞാൻ ആർക്കെങ്കിലും സെമിനാർ തന്നിട്ടുണ്ടോ ആ ടോപ്പിക് ഫുൾ ആയിട്ട്? നോ, ആർക്കും തന്നിട്ടില്ല. ഈ ടോപ്പിക്ക് നമുക്ക് റീഡ് ചെയ്യാം, ജസ്റ്റ് മീനിങ് പറയാനേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ സെമിനാർ എടുക്കാൻ പറ്റുമോ? ടോപ്പിക്ക് സെമിനാർ എടുക്കാത്ത ആരെങ്കിലും റെഡി ആണെങ്കിൽ? A topic, ma'am. Maria Montessori. സോറി, വർക്ക് ആഫ്റ്റർ വേർഡ്സ്. കുറച്ചുണ്ട്, റീഡ് ചെയ്യാനുള്ളതാണ്. ഞാൻ എടുക്കാം. ആര്യ രാജേഷ്. ഓക്കെ, ഇത് വലുതാണ് കേട്ടാ, ജസ്റ്റ് റീഡ് ചെയ്യാനുള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, അങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. മീനിങ് പറഞ്ഞു പോകാനുള്ളൂ. ഫസ്റ്റ് 2 പാരഗ്രാഫ് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ളത് മതി കേട്ടോ. ലാസ്റ്റ് വർക്കുകളും കാര്യങ്ങളും, പിന്നെ മരിയ മോണ്ടിസോറി ഇന്ത്യയിൽ വന്നതും ഏതൊക്കെ നാഷണൽ ഹീറോസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ ആരൊക്കെയാണ് അത് അക്സെപ്റ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളതാണ്. ഫസ്റ്റ് 2 പാരഗ്രാഫ് വേണ്ട കേട്ടോ. ഫസ്റ്റ് ഈ 2 പാരഗ്രാഫും പ്രിപ്പയർ ചെയ്യണ്ട, അതിന് ശേഷമുള്ളത് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, ആര്യ ക്ലിയർ ആയോ? വേറെ ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ അനിമൽസിന്റെയും ഇതിനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അനിമൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് അല്ലേ പറഞ്ഞിരിക്കണേ? അല്ല, ഇന്നലെ കാണിച്ചായിരുന്നു. എന്താണ് ഓരോ വീക്കിലും ഓരോന്ന് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കണേ? നിങ്ങൾ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് മുതലല്ലേ? ഇന്നലെ ഞങ്ങൾ കുറെ പേര് കാണിച്ചായിരുന്നു. ആണോ? ഓക്കെ, ഇന്നാരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാണിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവരുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അശ്മി, ആതിര, അജി. അശ്മി പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, അനിമൽസ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഞാൻ കാണിക്കുന്നു. ക്യാമറ ഓൺ ചെയ്തോട്ടോ. അജില കാണാൻ പറ്റുന്നുണ്ട്, അജില ബേർഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഫ്രൂട്ട്സ് കാണാം. 2 ചെയ്തിട്ടുള്ളൂ. 2 ചെയ്തുള്ളൂ, അടുത്ത പകുതി ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം ബാക്കി കേട്ടോ. ഓക്കെ, ആതിര ഫ്രൂട്ട്സ് മാത്രം ചെയ്തിട്ടുള്ളൂ? അല്ല, അനിമൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേർഡ്സ്. ഓക്കെ, വെജിറ്റബിൾസ്. ഓക്കെ, സെറ്റ്. ബാക്കി വേറെ ആരുമില്ലല്ലോ? ഉണ്ടോ? അങ്കിത വർക്കൊക്കെ കംപ്ലീറ്റ് ആണോടാ? മാം എന്റെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് മാം. ഞാൻ നെക്സ്റ്റ് വീക്ക് കാണിക്കാം മാം. ഫിനിഷിംഗ് ഉണ്ട്, എന്റെ ആൽഫബറ്റ് കട്ടിങ് കഴിയാത്തത്. കംപ്ലീറ്റ് ആക്കണം കേട്ടോ, നമ്മള് മിസ്സായി പോകരുതേ. നമ്മൾ അല്ലെങ്കിൽ വർക്ക് ലാസ്റ്റ് വൈവയ്ക്കയുടെ സമയത്താകുമ്പോൾ നമ്മൾ വീണ്ടും എക്സാമും വൈവയും കൂടെ ഒരുമിച്ച് വരുമ്പോ വർക്കും വരും, റെക്കോർഡും വരും, മെറ്റീരിയൽസും വരും. നമ്മളത് ഭയങ്കര ഒരു ക്ലാഷ് ആയിരിക്കും ആ സമയത്ത്. നമ്മള് മാക്സിമം നമ്പേഴ്സ് മറ്റേ ആ സ്മോൾ ലെറ്റർ കട്ടിങ് പ്രശ്നമില്ല, അത് കുഞ്ഞു വരും. ഞമ്മ ഗ്ലിറ്റർ കിട്ടിയിട്ടു, എനക്ക് ഗ്ലിറ്റർ പേപ്പറെ കിട്ടിയിട്ടു, അപ്പൊ ആ ഗ്ലിറ്റർ എടുത്തിട്ട് വായിക്കലോ അത് പ്രശ്നമായോണ്ട് അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? She want to say good afternoon, ma'am. Good afternoon. Okay. Sign out ആരാ?
ആരുമില്ല? ഓക്കെ, താങ്ക് യു ഓൾ.